നമസ്കാരം. ഭൂമിയിലേക്ക് ഒരു വമ്പൻ സൗരക്കാറ്റ് കടന്നു വരുന്നു എന്ന മുന്നറിയിപ്പുമായി ഭൗമശാസ്ത്രജ്ഞന്മാർ. ഇത് ഭൂമിയിലെ നിരവധി സംവിധാനങ്ങളെ താറുമാറാക്കും എന്നാണ് അവർ ഇപ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രധാനമായും റേഡിയോ ബന്ധങ്ങളെയായിരിക്കും ഇവ ബാധിക്കാൻ സാധ്യതയുള്ളത്. അതുകൂടാതെ വൈദ്യുതി വിച്ഛേദിക്കുന്നതിനൊക്കെ തന്നെ ഈ ഒരു സൗര കൊടുങ്കാറ്റ് കാരണമായി മാറും എന്നാണ് നാസയും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അമേരിക്കയിലെ ഏതാണ്ട് 11ഓളം സംസ്ഥാനങ്ങളെ ഇത് ദോഷകരമായി ബാധിക്കും എന്നാണ് റിപ്പോർട്ട്. അമേരിക്കയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളെയാണ് ഇപ്പോൾ ഇത് ആദ്യമായി ബാധിച്ചിരിക്കുന്നത്. ഈ മേഖലകളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താവിനിമയ സംവിധാനങ്ങൾക്ക് തകരാറ് സംഭവിക്കുകയും വൈദ്യുതി ബന്ധത്തിനൊക്കെ തന്നെ പലതരം പ്രദേശങ്ങളിലും തകരാറ് സംഭവിക്കുകയും ചെയ്തിരുന്നു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ സൗര കൊടുങ്കാറ്റിന് ശക്തി വർദ്ധിക്കും എന്നാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച സൂര്യനിൽ നിന്നുള്ള ശക്തമായ ഒരു ഊർജ്ജ സ്ഫോടനത്തിന് ശേഷമാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത് സൗരജ്വാലകളുടെ ഏറ്റവും ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട X2.7 എന്ന വിഭാഗത്തിൽപ്പെട്ട സൗരക്കാറ്റാണ് എന്നാണ് അവർ പറയുന്നത്. ഇത് താരതമ്യേന ശക്തി കൂടിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മേഖലകളെ ഇത് ദോഷകരമായി ബാധിക്കും എന്ന് കരുതപ്പെടുന്നത്. വ്യോമയാന മേഖലയിലും നാവിക മേഖലയിലുമൊക്കെ തന്നെ ഈ റേഡിയോ സിഗ്നൽ സംവിധാനങ്ങൾ അവർ കൃത്യമായി എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും ഇതനുസരിച്ചാണ് കപ്പലുകളും മറ്റും അവരുടെ യാത്രയുടെ ഗതിയൊക്കെ തന്നെ നിശ്ചയിക്കുന്നത്. അവയെ ഇത് ഒരുപക്ഷെ ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 1989 കാനഡയിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ സൗര കൊടുങ്കാറ്റ് ഉണ്ടായതിനെ തുടർന്ന് ഏതാണ്ട് 9 മണിക്കൂറോളമാണ് രാജ്യം നിശ്ചലമായത്. അവിടുത്തെ വാർത്താവിനിമയ സംവിധാനങ്ങളും വൈദ്യുതിയും എല്ലാം തന്നെ ഈ 9 മണിക്കൂർ സമയത്തേക്ക് വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. പിന്നീടാണ് പൂർവ്വസ്ഥിതി വീണ്ടെടുക്കാൻ കഴിഞ്ഞത്. ഇതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ നിലവിൽ ഒരു രാജ്യത്തിൻ്റെയും കൈവശമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. അതിശക്തമായ ഊർജ്ജമാണ് ഇത് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ഈ സമയം പ്രവഹിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ തടയാനൊന്നുമുള്ള യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങൾ നിലവിൽ നമ്മുടെ ആരുടെയും ഒരു രാജ്യത്തിൻ്റെയും കൈവശം ഇല്ല എന്നാണ് കരുതപ്പെടുന്നത്. സൂര്യൻ്റെ ഉപരിതലത്തിലെ ഏറ്റവും ഇരുണ്ടതും തണുപ്പുള്ളതുമായ മേഖലയിൽ നിന്നാണ് ഈ രശ്മികൾ പുറപ്പെടുന്നത്. അടർന്നു മാറിയാണ് ഇവ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് സാമാന്യം നല്ല ശക്തി ഉണ്ട് എങ്കിലും ഭൂമിയിൽ വലിയ തോതിലുള്ള മറ്റ് ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നാണ് പറയപ്പെടുന്നത്. അതായത് കെട്ടിടങ്ങൾക്ക് തീ പിടിക്കുകയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ ദുരന്തങ്ങൾ, അതായത് വിമാനങ്ങൾ പറക്കുമ്പോഴോ കപ്പലുകൾക്കൊക്കെ തന്നെ എന്തെങ്കിലും അപകടം സംഭവിക്കാനോ ഉള്ള സാധ്യത തീരെ കാണുന്നില്ല. ഈ ജ്വാലകളുടെ ശക്തമായ പ്രവാഹം തന്നെയായിരിക്കും മറ്റ് സാങ്കേതിക മേഖലയെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നത്. മനുഷ്യനെയല്ല, സാങ്കേതിക മേഖലയെ തന്നെയാണ് ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുള്ളത് എന്നാണ് നാസ പറയുന്നത്. അമേരിക്കയിലെ അലാസ്ക, വാഷിങ്ടൺ, ഇഡാവോ, മൊണ്ടാന, നോർത്ത് ഡക്കോട്ട, സൗത്ത് ഡക്കോട്ട, മിനസോട്ട, മിഷിഗൺ, വിസ്കോൺസിൻ, മെയിൻ എന്നീ സംസ്ഥാനങ്ങളെയാണ് ഈ സൗരജ്വാലകൾ പ്രധാനമായും ദോഷകരമായി ബാധിക്കുക. ഏതായാലും 1989 കാനഡയിൽ ഉണ്ടായതുപോലെയുള്ള ശക്തമായൊരു സൗര കൊടുങ്കാറ്റല്ല ഇത് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ആശ്വാസകരമായ കാര്യം. ഏതെങ്കിലും ചെറിയ ഭാഗങ്ങളിൽ മാത്രമായിരിക്കും ഇത് പ്രതിസന്ധി സൃഷ്ടിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ലോകത്തിന് മൊത്തമായി ഇതിന് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ നാസയും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എങ്കിലും സൗര കൊടുങ്കാറ്റുകളെ എപ്പോഴും നമ്മൾ ഭയക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം അതിൻ്റെ ദിശയും ഇതിൻ്റെ ശക്തിയുമൊക്കെ തന്നെ ഏത് നിമിഷം വേണമെങ്കിലും മറിയാവുന്നുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശക്തി ഇപ്പോൾ വർദ്ധിച്ച അവസ്ഥയിലാണ് കാണപ്പെടുന്നത് എങ്കിലും ഒരുപക്ഷെ ഭൂമിയിലേക്ക് എത്തുമ്പോൾ അതിങ്ങനെ പ്രവർത്തന സജ്ജമാകുന്ന സമയത്തൊക്കെ തന്നെ അതിൻ്റെ ശക്തി കുറയുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള ദോഷങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല എന്നും ജനങ്ങൾ ഇതിൻ്റെ പേരിൽ അത്രയധികം ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്.